ഹായ് ഹലോ ഗുഡ് ഈവനിങ്. നമ്മൾ സഞ്ചാരികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ സക്സസിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണ് എന്നുള്ളത് വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെൽ ബട്ടനെ കൂടെ നാം അമർത്തിയേക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യങ്ങളേക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൃത്യമായ പഠനം. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്തുമാകട്ടെ, ബിസിനസ് ആവട്ടെ, അതല്ല നമ്മൾ വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട് നമ്മളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. UK, US, അതേപോലെ പോളണ്ട്, നെതർലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെ കാനഡ, അങ്ങനെയുള്ള ഒരുപാട് കൺട്രികളിലേക്ക് നമ്മുടെ റിക്രൂട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികൾ, അതേപോലെ GCC കൺട്രീസിലേക്ക്, അതേപോലെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടൻസീസ്, അങ്ങനെ ഒരുപാട് മേഖലകൾ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നീ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്ത് ബിസിനസ് ആണോ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നീ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതിനെപ്പറ്റി നീ കൃത്യമായി ഒരു പഠനം നടത്തണം. അല്ലാത്ത പക്ഷം നിനക്കത് വലിയ സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും നിനക്ക് ഏൽക്കേണ്ടി വരും. എന്ത് ബിസിനസ് ആയിക്കോട്ടെ, ഒരു കപ്പലണ്ടി കച്ചവടക്കാരെ ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല, ഒരു കപ്പലണ്ടി കച്ചവടമാണ് നീ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതുപോലും നീ കൃത്യമായി വ്യക്തമായ രീതിയിൽ പഠനം നടത്തണം. നമ്മൾ അറിവില്ലാത്ത ഒരു മേഖലയിലും എന്ത് ചെയ്യാൻ പാടില്ല, ചെന്ന് തലവെച്ച് കൊടുക്കരുത്. തലവെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം, സമയനഷ്ടം, വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, നമ്മുടെ ഒരുപാട് സമയം, ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. നീ ഒരു ടെക്സ്റ്റൈൽസ്, അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ജ്വല്ലറി, അല്ലെങ്കിൽ ഒരു ലബോറട്ടറി, അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക്, അതുമല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ കമ്പനി, ഏത് മേഖലയായിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കട, ഒരു ഫാൻസി കട എന്നീ തുടങ്ങി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ബിസിനസ്സുകളാണോ നമ്മൾ ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെപ്പറ്റിയെല്ലാം കൃത്യമായും വ്യക്തമായ ധാരണയും കൃത്യമായ പഠനവും നമ്മൾ ഓരോരുത്തരും അതിനെപ്പറ്റി ചെയ്ത്, അത് ഞാനൊരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 3 വർഷത്തിനുള്ളിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് അല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 30 ലക്ഷം രൂപ എനിക്ക് 3 വർഷത്തിനുള്ളിൽ തിരിച്ചു വന്നാൽ മാത്രമേ നിന്റെ ബിസിനസ് സക്സസ് ആവൂ. അങ്ങനെ വരുമെന്നുള്ളത് നീ വ്യക്തമായി പഠിക്കണം. നീ ഒരു 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നീ ഒരു ഫുട്വെയർ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് നീ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. ആ ഇൻവെസ്റ്റ്മെൻറ്റ് 3 വർഷത്തിനുള്ളിൽ നിന്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 30 ലാക്ക്, ആ 30 ലക്ഷം രൂപ നിനക്ക് തിരിച്ചു വരണം. എന്നാൽ മാത്രമേ നിന്റെ ആ ബിസിനസ് സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നീ ഇൻവെസ്റ്റ് ചെയ്ത 30 ലക്ഷം രൂപ 10 വർഷത്തിനോ 15 വർഷത്തിനോ ശേഷം കിട്ടിയാൽ അത് ഒരു ഗുഡ് റിട്ടേൺസ് അല്ല, അത് വെറും വേസ്റ്റാണ്. കാരണം നിന്റെ സമയം, നിന്റെ പ്രയത്നം എല്ലാം നിനക്കവിടെ നഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതെല്ലാം എനിക്ക് കറക്റ്റ് സമയം കൊണ്ട് ഈ ഷെഡ്യൂളിൽ എനിക്ക് തിരിച്ചു കിട്ടും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ആ ഉറപ്പ് വരുത്തണമെങ്കിൽ നീ അതിന് കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട്. ആ പഠനത്തിലൂടെ മാത്രമേ നിനക്ക് നിന്റെ ബിസിനസ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും വിദേശ ജോലിയായാലും അല്ലെങ്കിൽ മറ്റ് എന്ത് സംരംഭമാണോ അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണോ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായ ഒരു പഠനവും വ്യക്തമായ ഒരു അവബോധവും
അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ കാലെടുത്ത് വെക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും മാനസിക പ്രയാസങ്ങളും സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് വിട്ടു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നേക്കാം. അത് വരാതിരിക്കണമെങ്കിൽ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ വ്യക്തമായും ശക്തവുമായും നീ അതിനെ പഠിച്ച് അത് സക്സസ് ആവുമെന്ന് നീ ഉറപ്പുവരുത്തിയതിന് ശേഷം, പഠനത്തിൽ നിന്ന് നീ അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക, വിജയിപ്പിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഗുഡ് ബൈ.